10 വർഷത്തിനുള്ളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണ് നടി സായ് പല്ലവിയുടെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായത്. കഠിനാധ്വാനവും ഭാഗ്യവും ഒരുപോലെ തുണച്ചുവെന്ന് വേണം സായ് പല്ലവിയുടെ വിജയത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ പറയാൻ. തമിഴ്നാട്ടിൽ നിന്നും എത്തി മലയാളികൾക്ക് പ്രിയങ്കരിയാവുക എന്നത് എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമല്ല. വിരലിലെണ്ണാവുന്ന നായികമാർക്ക് മാത്രമേ അത്തരമൊരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. അതിലൊരാളാണ് സായ് പല്ലവി സെന്താമരൈ. പ്രേമത്തിലെ മലർ ടീച്ചറായി സായ് പല്ലവിയെ അൽഫോൺസ് മലയാളികൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ പഠനവും നൃത്തവുമെല്ലാമായി തിരക്കിലായിരുന്നു നടി. മലർ ടീച്ചറിന് സ്വീകാര്യത ലഭിച്ചതോടെ പിന്നീട് തുടരെ തുടരെ ചിത്രങ്ങളായി. തമിഴിലും തെലുങ്കിലുമടക്കം മുൻനിര നായികമാരുടെ നിരയിലാണ് ഇപ്പോൾ സായ് പല്ലവിയുടെ സ്ഥാനം. അമരൻ റിലീസിനു ശേഷം സായ് പല്ലവിയുടെ താരമൂല്യവും ഉയർന്നു. സാക്ഷാൽ മണിരത്നം പോലും നടിയുടെ ആരാധകനായി മാറിക്കഴിഞ്ഞു. അഭിനയത്തിലെ സ്വാഭാവികതയാണ് സായ് പല്ലവിയെ പ്രേക്ഷകർ ഹൃദയത്തിൽ സ്വീകരിക്കാനൊരു കാരണം. മറ്റൊന്ന് നടിയുടെ വ്യക്തി ജീവിതമാണ്. പൊതുവെ തെന്നിന്ത്യൻ നടിമാരിൽ കണ്ടുവരുന്ന ആഡംബര ജീവിതം സായ് പല്ലവിക്കില്ല. വസ്ത്രത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും നിലപാടുകളുടെ കാര്യത്തിലുമെല്ലാം സായ് പല്ലവി വ്യത്യസ്തയാണ്. നായികയായി അഭിനയിച്ച് തുടങ്ങിയപ്പോൾ വന്ന ഫെയർനെസ് ക്രീം പരസ്യം ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടും നടി നിരസിച്ചു. സാമൂഹിക വിഷയങ്ങളിൽ നടി നടത്തുന്ന ഇടപെടലുകളും ശ്രദ്ധ നേടാറുണ്ട്. ഇപ്പോൾ തെന്നിന്ത്യയിൽ സജീവമായി നിൽക്കുന്ന നായികമാരിൽ ഹേറ്റേഴ്സ് കുറവുള്ള അഭിനേത്രിയും സായ് പല്ലവിയാണ്. തെലുങ്കിൽ പോലും വലിയൊരു ആരാധക വൃന്ദം നടിക്കുണ്ട്. ഇപ്പോഴിതാ സായ് പല്ലവിയും കീർത്തി സുരേഷും ഒരുമിച്ചൊരു സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴുള്ള വീഡിയോയും അതിന് പ്രേക്ഷകർ കുറിച്ച കമന്റുകളാണ് ശ്രദ്ധ നേടുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന വീഡിയോയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. ഒരു തെലുങ്ക് സിനിമയുടെ പ്രമോഷൻ ചടങ്ങിൽ അതിഥികളായി എത്തിയിരിക്കുകയായിരുന്നു സായ് പല്ലവിയും കീർത്തി സുരേഷും രശ്മിക മന്ദാനയും. 3 പേരുടെയും പേരെടുത്ത് സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ഒരാൾ സംസാരിച്ചു. രശ്മികയുടെയും കീർത്തിയുടെയും പേരുകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ സദസ്സ് മൂകമായിരുന്നു. എന്നാൽ മൂന്നാമതായി സായ് പല്ലവിയുടെ പേര് പറഞ്ഞതും സദസ്സിൽ നിന്നും ആർപ്പും ആരവവും ഉയർന്നു. കുറച്ച് മിനിറ്റുകൾ ആ ആരവം നീണ്ടുനിന്നു. തുടർന്ന് പ്രസംഗിക്കാനാവാതെ അദ്ദേഹം കുറച്ചു നേരത്തേക്ക് മൈക്ക് മാറ്റിവെച്ച് നിശബ്ദനായി നിന്നു. ശേഷം ലേഡി പവൻ കല്യാൺ എന്നായി സായ് പല്ലവിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴുള്ള കീർത്തിയുടെ മുഖഭാവമാണ് വീഡിയോ മാസങ്ങൾക്കിപ്പുറം വീണ്ടും ചർച്ചയാകാൻ കാരണം. സായ് പല്ലവിയുടെ പേര് കേട്ട് സദസ്സിൽ നിന്ന് ആരവം ഉയർന്നപ്പോൾ താല്പര്യമില്ലാത്ത രീതിയിൽ കീർത്തിയുടെ മുഖഭാവങ്ങൾ മാറുന്നതും നെറ്റി ചുളിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. സഹതാരത്തിന്റെ വളർച്ച കീർത്തി ദഹിക്കുന്നില്ലെന്നത് മുഖത്തെ ഭാവങ്ങളിൽ നിന്നും വ്യക്തമാണെന്നാണ് കമന്റുകൾ. തുണി കുറച്ചാൽ പോരാ, അഭിനയം വേണമെന്നും സായ് പല്ലവി ഡീസന്റായി അഭിനയിച്ചാണ് ആരാധകരെ നേടിയെന്നുമായിരുന്നു മറ്റൊരു കമന്റ്. കീർത്തിക്ക് അഭിനയവും അറിയില്ല, മര്യാദയും അറിയില്ല. ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ക്യൂട്ടെന്ന ഉദ്ദേശം കൊണ്ട് കോക്രി വരെ കാണിച്ച് നോക്കി, ഒന്നും ക്ലിക്കായില്ല. കീർത്തിക്ക് സുഖിച്ചിട്ടില്ലെന്നത് മുഖത്ത് നിന്നും വായിക്കാം. കീർത്തിയുടെ മുഖത്ത് നിരാശ വ്യക്തമായി കാണാം എന്നിങ്ങനെയെല്ലാമായിരുന്നു കമന്റുകൾ. അഭിനയത്തോടുള്ള അതിയായ മോഹം കൊണ്ട് സിനിമയിലെത്തി കീർത്തി അടുത്തിടെ ബോളിവുഡിലും അരങ്ങേറിയിരുന്നു.